ഇറാനെതിരായ വ്യോമാക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇറാഖിന്റെ പടിഞ്ഞാറൻ മരുഭൂമിയിൽ ഇസ്രായേൽ അതീവ രഹസ്യമായി സൈനിക താവളം സ്ഥാപിച്ചതായി വെളിപ്പെടുത്തൽ. പ്രമുഖ അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട്. പടിഞ്ഞാറൻ മരുഭൂമിയിലെ വിദൂര സ്ഥലത്ത് ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുകയും അസ്വാഭാവികമായ സൈനിക നീക്കങ്ങളും ശ്രദ്ധയിൽപ്പെട്ട ഒരു ആട്ടിടയനാണ് ഈ വിവരം ഇറാഖ് സൈന്യത്തെ അറിയിച്ചെന്നും അങ്ങനെയാണ് സർക്കാർ ഈ വിവരം അറിഞ്ഞതെന്നും റിപ്പോർട്ടിലുണ്ട്. ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്ന വ്യോമാക്രമണ പരമ്പരയ്ക്ക് കരുത്തു പകരാനാണ് ഈ താവളം നിർമ്മിച്ചത്. ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്കുള്ള 1600 കിലോമീറ്റർ ദൂരപരിധി മറികടക്കാനായി ഒരു ലോജിസ്റ്റിക് ഹബ്ബായും വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനും തകർക്കപ്പെടുന്ന വിമാനങ്ങളിലെ പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനുള്ള സ്പെഷ്യൽ ഫോഴ്സിനെ വിന്യസിക്കാനുമാണ് ഈ കേന്ദ്രം പ്രധാനമായും ഉപയോഗിച്ചത്. എന്നാൽ തങ്ങളുടെ അനുമതിയോ അറിവോ ഇല്ലാതെ നടന്ന ഈ വിദേശ സൈനിക ഇടപെടലിനെതിരെ ഇറാഖ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ആക്രമണത്തിൽ ഒരു ഇറാഖി സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ നീക്കത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് അവർക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ മേഖലയിൽ വലിയ നയതന്ത്ര പ്രതിസന്ധികൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ജനവാസമില്ലാത്ത ഇറാഖിലെ പടിഞ്ഞാറൻ മരുഭൂമി മുൻപ് 1991-ലും 2003-ലും അമേരിക്കൻ സൈന്യവും സമാനമായ രഹസ്യ നീക്കങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ കടന്നുകയറ്റം മേഖലയിൽ പുതിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് വഴി തുറന്നിരിക്കുകയാണ്.